ADGPക്ക് സംരക്ഷണം തുടരുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ADGP MR അജിത് കുമാറിന് സംരക്ഷണ കവചമൊരുക്കി മുഖ്യമന്ത്രി. ആരോപണങ്ങളിൽ ഉടൻ നടപടിയില്ല, അന്വേഷണം കഴിയട്ടെ എന്ന് പിണറായി LDF യോഗത്തിൽ. മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച് CPI-യും RJD-യും. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? ഈ കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിപാടി ഉൾപ്പെടുത്തുന്നു. സ്റ്റഡി ക്ലാസ് എടുക്കാതെ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്ന് VD സതീശൻ. ADGP അജിത് കുമാറിനും P ശശിക്കുമെതിരെ വീണ്ടും PV അൻവർ. അജിത് കുമാർ RSS നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി. RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും MLA. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ലെന്ന് TP രാമകൃഷ്ണൻ. ശശിയെക്കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല, അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി ADGP. PV അൻവറിന്റെ ആരോപണത്തിൽ ഇടപെട്ട് ഗവർണർ. മന്ത്രിമാരുടെ ഫോൺ ചോർത്തി എന്നത് അതീവ ഗൌരവമേറിയ സാഹചര്യം. മുഖ്യമന്ത്രിയുടെ അടിയന്തര റിപ്പോർട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തേടി. സാഹചര്യം അസ്വസ്ഥപ്പെടുത്തുന്നതെന്ന് രാജ്ഭവൻ. മുഖ്യമന്ത്രിയെ കണ്ട് WCC അംഗങ്ങൾ. SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ. മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ പുറത്തു പോകരുതെന്നും ആവശ്യം. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. തനിക്കെതിരായ പരാതിയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് നിവിൻ പോളി. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തോമസ്. ആലപ്പുഴ കലവൂരിലെ വയോധികയുടേത് ക്രൂര കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയെല്ലുകൾ തകർന്നു, കഴുത്തിലെ അസ്ഥി പൊട്ടി. ഇടത് കൈയിലും ഒടിവ്. ഷർമിളയ്ക്കും മാത്യുവിനും വധശിക്ഷ നൽകണമെന്ന് കുടുംബം. അവരെ പിടിച്ച് അവരെ തൂക്കിക്കൊല്ലണം, ജീവനോടെ വിടരുത്. ജീവനോടെ വിട്ടാൽ ഞങ്ങളെ കൊല്ലും. പ്രതികൾക്കായി തെരച്ചിൽ ശക്തം. PT ഉഷയ്ക്കെതിരെ ആഞ്ഞടിച്ച് വിനേഷ് ഫോഗട്ട്. യാതൊരുവിധ പിന്തുണയും ലഭിച്ചില്ല. തനിക്കൊപ്പം എടുത്ത ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്റെ അറിവോടെയല്ല. ഉഷ രാഷ്ട്രീയം കളിക്കുകയാണെന്നും താരം. വാർത്തയിലേക്ക് വിശദമായി. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGPയെ മാറ്റണമെന്ന് CPI ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ADGP വിഷയം ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിലില്ലായിരുന്നു. RJD-യാണ് ADGP RSS കൂടിക്കാഴ്ച അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത്. നിലപാട് പറഞ്ഞിട്ടുണ്ടോ? നിലപാടേ ഉള്ളൂ, മുന്നോട്ടൊന്നുമില്ല. നിലപാടേ ഉള്ളൂ. നടപടി വേണ്ടേ? ഇത് ഭരണമുന്നണിയുടെ ഏകോപന സമിതിയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം, പ്രത്യേകിച്ച് സമീപകാല രാഷ്ട്രീയ സംഭവവികാസം. ഈ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP RSS നേതാക്കളെ കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലമായി RSSന്റെ വളർച്ച ഇവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസിലെ ഉന്നതൻ തന്നെ RSS ദേശീയ നേതാക്കളെ കണ്ടിരിക്കുന്നു. മുന്നണി യോഗത്തിൽ എങ്ങനെയാണ് ഈ വിഷയം വന്നത്? അജണ്ടയിൽ ഉൾപ്പെടുത്തി വന്നതാണോ? ഇല്ലായിരുന്നു, അത് അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. മറ്റു പാർട്ടികൾ സമാന നിലപാട് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? നടപടി ഉണ്ടാകുമെന്നാണോ? നടപടി ഉണ്ടാകുമെന്നല്ല, ഈ കാര്യം കൂടി അന്വേഷണത്തിന്റെ പരിപാടി ഉൾപ്പെടുത്തുമെന്ന്. അപ്പൊ അന്വേഷിച്ച ശേഷമായിരിക്കും നടപടിയിലേക്ക്. ADGP RSS കൂടിക്കാഴ്ച, പൂരം കലക്കൽ വിഷയങ്ങളിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ
പറഞ്ഞു. കാണുന്നതിലല്ല, എന്തിന് കാണുന്നു എന്നതിലാണ് പ്രശ്നമെന്നും LDF കൺവീനർ പറഞ്ഞു. സ്പീക്കർ സ്വതന്ത്ര പദവിയാണ്, അദ്ദേഹം പറയുന്നതിൽ പ്രതികരിക്കുന്നില്ലെന്നും TP രാമകൃഷ്ണൻ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. അദ്ദേഹം RSSകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അയാൾ കൂടിയാലോ നടത്തി, എന്താണ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട പരിശോധിക്കേണ്ട വിഷയം. ഇവിടെ അൻവർ നൽകിയ പരാതിയിൽ തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിൽ ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല, കടുത്ത നടപടിക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആ നിലപാടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർവ്വവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. വേറെ പിന്നെ നിങ്ങളിപ്പോ ഈ RSSന്റെ പ്രശ്നത്തിൽ RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏതെങ്കിലും പാർട്ടികളോ CPIMോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ? അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ മുമ്പിലുള്ള അനുഭവം? ഞങ്ങളിപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. എല്ലാ നിലയിലുമുള്ള ആക്രമണത്തെ നേരിടുന്നവരാണ്. ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിശ്വസിക്കാം. കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അതാണ് ഇക്കാര്യത്തിലുള്ളത്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആളുകളെ ശിക്ഷിക്കാം. ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും. ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം. ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല. ഈ സമീപനം തന്നെ എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യും. അതിലൊരു ആശങ്കയും വേണ്ട. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞത്. കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും ഒരു വ്യക്തിയെ? ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അതിന് സംശയമുണ്ടോ? ഭരണഘടനാ പദവിയാണത്. അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. ഫോൺ ചോർത്താൻ പാടില്ല എന്നാണ്. ആര് ചെയ്താലും തെറ്റാണത്. അൻവർ എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞ കുറെ പ്രശ്നങ്ങളുണ്ട്. അതല്ല അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോപണം നിങ്ങൾക്ക് ആർക്കുണ്ടോ? നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും. ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ. എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കില്ല. അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല എന്നതാണ് വ്യക്തമാകുന്നത്. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഘടകകക്ഷികൾ അജണ്ടയിൽ ഇല്ലാതിരുന്നിട്ടും ഈ വിഷയം ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ചർച്ചയായിരിക്കുന്നു. വലിയ വിയോജിപ്പ് ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലാത്തതിനെതിരെ ഉയർന്നിട്ടും മുഖ്യമന്ത്രി എങ്ങനെയാണ് ADGPക്ക് സംരക്ഷണ കവചം ഒരുക്കിയത്? അജണ്ടയില്ലാത്ത വിഷയം ചർച്ചയ്ക്കെടുക്കണം. കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം RSSന്റെ വളർച്ചയും RSSനെ ADGP MR അജിത് കുമാർ RS നേതാക്കളെ കണ്ടതുമാണ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ച RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ആയിരുന്നു. തുടർന്ന് വിഷയം മുന്നണി ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ശക്തമായ നിലപാട് അറിയിച്ചു. അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം യോഗത്തിൽ ആവശ്യപ്പെട്ടു. മറ്റു കക്ഷികളുടെ ഭാഗത്ത് സമാനമായ പ്രതികരണമാണ് ഉണ്ടായത്. ഒടുവിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ഇത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും, അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൂടി DGPയുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ വിഷയം അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാം. മുഖ്യമന്ത്രിയുടെ പിന്തുണ തൽക്കാലത്തേക്ക് അജിത് കുമാറിന് ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താം. കാരണം വലിയ വിമർശനമാണ് അജിത് കുമാറിന്റെ നടപടികൾക്കെതിരെ ഭരണമുന്നണിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കാനോ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതിൽ കടുത്ത വിമർശനം മുന്നണിക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. എങ്ങനെയാകും വരും ദിവസങ്ങളിൽ മുന്നണി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതിൽ പ്രതികരണം ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. പക്ഷേ മുന്നണി കൺവീനർ പൂർണ്ണമായും മുഖ്യമന്ത്രി നിലപാടിനെ പിന്തുണച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അന്വേഷണം വരെ കാത്തിരിക്കൂ. ഇപ്പോൾ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് TP രാമകൃഷ്ണൻ മുന്നണി കൺവീനറുടെ ഉറപ്പ്. നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോഴും അത് എപ്പോൾ ഉണ്ടാകും, അന്വേഷണം ഏത് ദിശയിലാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തത മുന്നണി നേതൃത്വത്തിനും ഇല്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മുന്നണി യോഗം അംഗീകരിക്കുകയായിരുന്നു. ഘടകകക്ഷികൾക്ക് അതിൽ വലിയ എതിർപ്പുണ്ടെങ്കിലും തീർച്ചയായും ഘടകകക്ഷികൾ ഒപ്പം പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തുള്ളപ്പോൾ പോലും ആ സംരക്ഷണം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൽക്കാലം നടപടിയില്ല. മറ്റ് സ്ഥലം മാറ്റം ഉൾപ്പെടെ സുജിത് ദാസിന്റെ കേസിൽ ഉൾപ്പെടെ നടപടികൾ ഉണ്ടായിട്ടും ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉടനില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യവും വ്യക്തമാക്കുന്നത്. അരുൺ, ഇക്കാര്യത്തിൽ ഒരു അന്വേഷണ പരിധിയിൽ RSS നേതാവിനെ കണ്ടതുകൂടി ഉൾപ്പെടുന്നു എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷൻ. ആ അന്വേഷണം ഏത് തരത്തിലെന്നോ എങ്ങനെയായിരിക്കുമെന്നോ ഉള്ള കാര്യം വിശദമാക്കുന്നുണ്ടോ LDF കൺവീനർ? അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഘടകകക്ഷികൾ തൃപ്തരാണോ? ഘടകകക്ഷികൾക്ക് തൃപ്തിയില്ല എന്നത് വ്യക്തമാണ്. അത് RJയുടെ നേതാവ് തുറന്നു പറഞ്ഞു. വർഗീസ് ജോർജ് അത് തുറന്നു പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഒരു തീരുമാനം പറയുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് തന്നെയായിരുന്നു. മുന്നണി യോഗത്തിനുള്ളിൽ CPI ഉൾപ്പെടെയുള്ള മറ്റു കക്ഷി നേതാക്കളും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ മുന്നണിക്കുള്ളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനം പറയേണ്ടത് മുന്നണി കൺവീനറാണ്. അതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിലില്ല എന്നായിരുന്നു നിവേശത്തിന്റെ മറുപടി. അദ്ദേഹത്തെ നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇനി ഒരു പ്രതികരണത്തിന് ഉടനില്ല എന്ന മറുപടിയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. അവർക്ക് അതിർത്തിയുണ്ട്. പക്ഷേ മുന്നണി മര്യാദ പാലിച്ച് ഇനി ആ വിഷയം തുടർന്ന് പരസ്യ പ്രതികരണത്തിൽ ഉടനില്ല എന്നാണ് മുന്നണി കൺവീനർ പറയുന്നത്. പക്ഷേ CPIക്ക് അങ്ങനെ അത്ര എളുപ്പം ആ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയൊരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു. തൃശൂരിൽ VS സുനിൽകുമാർ ജയിക്കുമെന്ന് ഏറെക്കുറെ അവർ ഉറപ്പിച്ചതാണ്. പക്ഷേ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരാജയത്തിലേക്ക് തള്ളിയിട്ടു. അതിനുവേണ്ടി ഗൂഢാലോചനയുണ്ട്. അതാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അടക്കമുള്ള CPI നേതാക്കളുടെ പരാതി. അതുതന്നെയാണ് അതുകൊണ്ടുകൂടിയാണ് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് വിനയകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത്. പക്ഷേ മുന്നണി നേതൃത്വം, CPI നേതൃത്വം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അത്തരമൊരു നടപടിക്ക് തയ്യാറല്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, അതിനുശേഷമാകാം അത്തരം ആലോചനകളെന്ന് പറഞ്ഞതോടുകൂടി മുന്നണിക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാൻ CPI തയ്യാറായിരുന്നില്ല. ശരി, എന്തായാലും കടുത്ത ആരോപണം അല്ലെങ്കിൽ പ്രതിഷേധം ഘടകകക്ഷികൾക്കിടയിൽ നിന്ന് ഉയരുമ്പോൾ പോലും ADGP MR അജിത് കുമാറിന് എതിരെ നടപടിയില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. അത് കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ പോലും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, മറ്റ് നടപടികൾ പിന്നാലെ എന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കുമെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ചരിത്രത്തെ വളച്ചൊടിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ് മുഖ്യമന്ത്രി. എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്റ്റഡി ക്ലാസ് അല്ല വേണ്ടത്, ആരോപണങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് വേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷത്തിനൊപ്പം LDFിലെ ഘടകകക്ഷികളും ADGPക്കെതിരെ നടപടി വേണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. വിവാദങ്ങൾക്കിടെ P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് PV അൻവർ വീണ്ടും രംഗത്തെത്തി. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് PV അൻവർ പറഞ്ഞു. അതിനു പിന്നിൽ P ശശിയും അജിത് കുമാറുമാണ്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അത് തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമെന്നും PV അൻവർ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ ചതിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലാണ് PV അൻവർ MLA ഇന്ന് മലപ്പുറത്ത് നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ PV അൻവർ MLA കുറെ കൂടി തെളിവുകൾ മുൻനിർത്തി ആവർത്തിക്കുകയാണ്. അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒന്ന്, RSS നേതൃത്വവുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇന്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും
അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് RSS ബന്ധമുള്ള പോലീസുകാർ അന്വേഷിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ രഹസ്യ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിന്റെ പകർപ്പ് സഹിതമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ, അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ RSSകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണുണ്ടായത്. നേരത്തെ ഈ ആശ്രമം കത്തിച്ച് അവിടെ ഒരു റീത്ത് എഴുതി വെച്ചിരുന്നു. PK ഷിബുവിന് ആദരാഞ്ജലികൾ എന്ന് കൈപ്പടയിൽ എഴുതിയ ഒരു റീത്ത് ഉണ്ടായിരുന്നു. ഈ റീത്ത് കോടതിയിൽ തെളിവായി സമർപ്പിച്ചതാണ്. ആ തെളിവ് പിന്നീട് കോടതി പോലീസിന് വിട്ടുകൊടുത്തു. പക്ഷേ അതിൽ ആ കൈപ്പടയിൽ എഴുതിയ കടലാസ് അല്ലെങ്കിൽ ആ രേഖപ്പെടുത്തിയത് കാണാതെയായി എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. അങ്ങനെ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഒരു കൈപ്പട പരിശോധിച്ച് പ്രതികളിലേക്ക് എത്താൻ കഴിയുമായിരുന്നു എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തി. രണ്ടാമതായിട്ട് ഈ കേസിൽ നേരത്തെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. അതിന് പകരം IP ബിനു, കാരായി രാജൻ അടക്കമുള്ള ഇടതുപക്ഷ പ്രവർത്തകരുടെ ഫോൺ രേഖകൾ ചോർത്താനാണ് ആ പോലീസ് ശ്രമിച്ചത്. അങ്ങനെ ഈ ഫോൺ രേഖകൾ, ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവരുടെ ഫോൺ രേഖകൾ നേരത്തെ തന്നെ കണ്ടെത്താനും പരിശോധിക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികളിലേക്ക് നേരത്തെ തന്നെ എത്താൻ കഴിയുമായിരുന്നു. അതും അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണമാണ് അദ്ദേഹം ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അത് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം മലപ്പുറത്തെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് തലത്തിലെ വലിയ അഴിച്ചുപണിയിൽ സംതൃപ്തനാണെന്നും താൻ ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുവെന്നും അതിന്റെ തെളിവാണ് ഈ നടപടികളെന്നാണ് അൻവർ പ്രതികരിച്ചത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. സർക്കാർ അനുവദിച്ചിരുന്ന അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകി ADGP MR അജിത് കുമാർ. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് അവധി അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം IPS തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിയതിന് പിന്നാലെയാണ് അജിത് കുമാർ അപേക്ഷ നൽകിയത്. നേരത്തെ ഓണം പ്രമാണിച്ചായിരുന്നു അവധി അപേക്ഷ നൽകിയിരുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരായി ഗുരുതരമായ ആരോപണങ്ങൾ ഭരണകക്ഷിയിലെ തന്നെ MLA ആയ PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും അത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലത്തിലായിരുന്നു MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നതിനിടയിലാണ് MR അജിത് കുമാർ വരുന്ന 14-ാം തീയതി മുതൽ 17-ാം തീയതി വരെ 4 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന വിശദാംശങ്ങൾ പുറത്തുവന്നത്. അത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണോ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ അവധി റദ്ദാക്കണം, ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MR അജിത് കുമാർ തന്നെ കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി വരുന്ന 15-ാം തീയതി തിരുവോണമാണ്. ആ തിരുവോണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ അല്ലെങ്കിൽ കുടുംബവുമായി ആഘോഷങ്ങളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവധി അപേക്ഷ നൽകിയത് എന്ന വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിവാദങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും തന്നെ പ്രതിരോധത്തിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലേക്ക് മാറിയത് പശ്ചാത്തലത്തിലാണ് അജിത് കുമാർ ഈ അവധി വെട്ടിച്ചുരുക്കുന്നത്, അല്ലെങ്കിൽ അവധി വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം അത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ MR അജിത് കുമാർ അവധി റദ്ദാക്കിയത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ചേർത്ത് വായിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലായിരിക്കും അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ, പരാതികളിൽ, ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകുക എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. ചീഫ് സെക്രട്ടറിമാരായിട്ടുള്ള ദമ്പതിമാർ വേറെയുണ്ട്, പക്ഷെ ഒരാൾ ഇറങ്ങുമ്പം വേറൊരാള് ജോയിൻ ചെയ്യാ എന്നുള്ളത് ഇതാണ് ഇൻക്രെഡിബിൾ അല്ലേ? ഇൻക്രെഡിബിൾ ആണ്. സർവീസ് പ്രണയ സ്റ്റോറി ആരെയാണ് വളയ്ക്കാൻ ശ്രമിച്ചതെന്ന് മാത്രം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി. എൻ്റെ ഒരു ഇത് ശരിയാണെങ്കിൽ, നിഗമനം ശരിയാണെങ്കിൽ, ഞാൻ വീണത് കേരള എക്സ്പ്രസിനും ഇദ്ദേഹം വീണത് മസൂരി എക്സ്പ്രസിനും.
ഭയങ്കര സാധനമാണിത്. ഒരു പ്രാവശ്യം സിവിൽ സർവീസ് എഴുതുന്നു, IAS കയറുന്നു. ഇത്ര അനായാസം ഒരാൾ സിവിൽ സർവീസ് എഴുതി ഞാൻ കണ്ടിട്ടില്ല. 10,000 പേരുടെ ഫ്രണ്ടിൽ സംസാരിക്കാൻ പറ്റും, പക്ഷെ ഒരാളുടെ ഫ്രണ്ടിൽ പിയാനോ വായിക്കാൻ എനിക്ക് ചീഫ് സെക്രട്ടറി കെയർ ഓഫ് ചീഫ് സെക്രട്ടറി. ഉത്രാടം ദിനത്തിൽ രാത്രി 8 മണിക്കും തിരുവോണം ദിനത്തിൽ വൈകുന്നേരം 6 മണിക്കും. വാർത്തകൾ തുടരുന്നു. മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന PV അൻവറിന്റെ ആരോപണത്തിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥിതി അതീവ ഗൌരവമേറിയതാണെന്നും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യം അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് അടിയന്തര റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടു. PV അൻവറിന്റെ ആരോപണങ്ങൾ വീണ്ടും സർക്കാരിനെ വെട്ടിലാക്കുകയാണ്. ആദ്യം പ്രതിപക്ഷമാണത് ഏറ്റെടുത്തതെങ്കിൽ ഇപ്പോൾ ഗവർണറും വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ഭരണകക്ഷി MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടതെന്ന് ചോദിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഒരു MLA-യുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ ചോർത്ത് സംബന്ധിച്ച ഗുരുതരമായ വിഷയത്തിൽ സർക്കാർ ഇതിനകം കൈക്കൊണ്ട നടപടികൾ അറിയിക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം. PV അൻവർ MLA-യും സുജിത് ദാസ് എന്ന IPS ഉദ്യോഗസ്ഥരുമായുള്ള ഫോൺ സംഭാഷണം, അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വേണം. സംഭാഷണത്തിൽ പുറത്തു വന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. സർക്കാരിന് പുറത്തുള്ളവർ അത് സർക്കാരിൽ സ്വാധീനമുള്ള ചിലർ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണെന്ന ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അതിന്റെ വസ്തുത അറിയണമെന്നാണ് ഗവർണറുടെ പ്രധാന ആവശ്യം. മറ്റൊന്ന്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു പേര് വെളിപ്പെടുത്താത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അൻവറിനെ അയച്ചതെന്ന് പറയപ്പെടുന്ന അൻവർ പുറത്തുവിട്ട ഓഡിയോ സന്ദേശമാണ്. അതിലെ ആരോപണങ്ങളും ഗുരുതരമാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിന്റെ ഭാഗമായും പുറത്തു വരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള അധികൃതരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചോർത്തുന്നത് ഇത്തരത്തിൽ സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. അത് അംഗീകരിക്കാനാകില്ല. ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് MLA-യും ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അവിടെയും എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് അത് അറിയിക്കണം. അടിയന്തര ഇടപെടൽ തേടിയാണ് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിന്റെ ആഘാതം സർക്കാരിന് കൂടുതലാണ്, അതിന്റെ ഗൗരവം കൂടുതലാണ്. പ്രതിപക്ഷത്തിന് പിന്നാലെ ഗവർണർ വിഷയത്തിൽ ഇടപെടുമ്പോൾ സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുമെന്ന ഉറപ്പാണ്. അതായത് ഭരണകക്ഷി MLA ഉയർത്തിവിട്ട ഒരു ആരോപണം സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നു, പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗവർണർ ഇടപെടലോടുകൂടി കൂടുതൽ വ്യക്തമാകുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ശരിയുണ്ട് എന്നൊക്കെ കണ്ട വാർത്തകൾ തുടരുന്നു. WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. രേവതി, ബീന പോൾ, റിമ കല്ലിങ്കൽ, ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ 3 കാര്യങ്ങൾ WCC ആവശ്യപ്പെട്ടു. നിലവിലെ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു തരത്തിലും മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ പുറത്തുപോകരുതെന്നും ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുള്ള കാര്യവും WCC ഓർമ്മിപ്പിച്ചു. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞത് തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പരാമർശങ്ങളുണ്ടാകുന്നു. സ്വാഭാവികമായി അതേസമയം തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ യുവനടി പരാതിയുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം സ്വാഭാവികമായി അത് വലിയ തരത്തിൽ ചലച്ചിത്ര മേഖലയെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുന്നു. പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് സഹിക്കവയ്യാതെ അമ്മ ഭാരവാഹികൾ മുഴുവൻ രാജിവെച്ചൊഴിയുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി കൊണ്ടുചെന്നെത്തിച്ചു. അതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉയർന്നുകേട്ട പരാതികളിൽ ഗൌരവതരമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് WCC അംഗങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമായി ഉയർന്നിരിക്കുന്ന ആശങ്ക ഈ പരാതിയുമായി രംഗത്തെത്തുന്ന
നടിമാരുടെ പ്രത്യേകിച്ച് മൊഴി നൽകുന്ന നടിമാരുടെ സ്വകാര്യത അല്ലെങ്കിൽ പേര് വിവരം അവരുടെ ഐഡന്റിറ്റി കൃത്യമായി മറച്ചു വെക്കണം. അത് ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കാര്യത്തിൽ തന്നെയായിരുന്നു അവർക്ക് ആശങ്കകൾ നിലനിന്നിരുന്നതും. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയവരടക്കം WCC അംഗങ്ങളടക്കം ആ കാര്യം തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തുടർ നടപടികളാണ് സ്വീകരിച്ചത് എന്ന കാര്യം വലിയ തരത്തിലുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വെല്ലുവിളിയായി. പാസിയും കുടുംബമാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. എന്തൊരു സംസാരിക്കും, എന്തായാലും ഓഡിയൻസിന്റെ ഒരു തീരുമാനം ഉണ്ടാവും. അന്തറ കമന്റ് ബോക്സിൽ ആരാന്നുള്ള ചോദ്യം വരും. പാസി ഇപ്പൊ വിചാരിക്കും ഞാനല്ലേ മെയിൻ, എന്താ എന്റെ അടുത്ത് ചോദിക്കാത്തത്, ഞാൻ മനഃപൂർവ്വം ചോദിക്കാത്തത്. പാസി ആതിരയാണ് ഈ ഗ്രൂപ്പിലെ സുന്ദരി. തെറ്റിക്കഴിഞ്ഞാലും ഞാനൊരു ഉടക്കും ഉടക്കിയിട്ട് ശരി അന്ന് ലാസ്റ്റ് വരെ ഞാൻ ഡബിങ്ങിൽ പിടിച്ചോളാം. എനിക്ക് സീരിയലാണ്, എനിക്ക് കണക്ക് എഴുതാണ്ട് എന്നൊക്കെ പണയും. പഴയ ഓർമ്മ എന്താ ഓണത്തിന്റെ? മറ്റേ കറിച്ചട്ടി എടുത്ത് അടിച്ചോണ്ട് കാര്യം ഓണം കളറാക്കി വിഷ്ണു പാസിയും കൂട്ടരും ഉത്രാടം ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30 തിരുവോണം ദിനത്തിൽ രാവിലെ 9:30 പാസിയുടെ ഓണം. പീഡനാരോപണത്തിൽ സിനിമാ മേഖലയെ സംശയിച്ച് നിവിൻ പോളി. ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് ADGPക്ക് നിവിൻ പോളി പരാതി നൽകി. സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണോ എന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ പറയുന്നു. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് യുവതി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ ആ പരാതിയുടെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചലച്ചിത്ര താരം നിവിൻ പോളി പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പീഡന പരാതിയുമായി യുവതി രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി രംഗത്ത് വന്നിരുന്നു. അന്ന് മാധ്യമങ്ങളിൽ കൂടെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ADGPക്ക്, അതായത് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേശന് നേരിൽ കണ്ട അദ്ദേഹം പരാതി കൈമാറിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ ഒരു നീക്കം അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി ഈ ആരോപണം ഫ്രെയിം ചെയ്ത് എടുത്തതാണ്, അത് ക്രിയേറ്റ് ചെയ്തതാണ്, അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായി പരാമർശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് മേധാവി അദ്ദേഹമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം മറ്റ് ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും IG-യുമായ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പരാതി കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. സ്വാഭാവികമായി നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലമുണ്ടാകും. മാത്രവുമല്ല, ഈ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന തീയതികളിൽ നിവിൻ പോളി നാട്ടിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ മുതൽ തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികതകളുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്ന ചിലർ നിവിനെതിരായി ബോധപൂർവം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു എന്ന വിമർശനം ഉയരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നിവിൻ പോളി തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിക്ക് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നേരിട്ട് പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ പരാതിയിൽ തുടർ നടപടികൾ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ലൈംഗിക ആരോപണ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി പരാതിക്കാരി. അന്വേഷണ സംഘത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവെന്നും തന്റെ സ്വകാര്യത ഇല്ലാതാക്കുന്നുവെന്നുമാണ് പരാതി. മുകേഷിനും ഇടവേള ബാബുവിനും അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടേതാണ് ആരോപണം. ഈ അന്വേഷണ സംഘത്തിലെ വിശ്വാസമില്ലെന്നല്ല, അവരെല്ലാം നല്ല ആക്റ്റീവ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തോ എവിടുന്നോ സമ്മർദ്ദമുണ്ടായിരിക്കുന്നു. കാരണം മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അത് സ്വാഭാവികമാണ്, ജാമ്യം കിട്ടും, എല്ലാവർക്കും ജാമ്യം കിട്ടും. പക്ഷെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ അവർ ഒരിക്കലും അത് കുറ്റവിമുക്തനാകുന്നില്ല. അവർ ശരിക്കും കോടതി കേസിന്റെ മെരിറ്റിലോട്ട് കടക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് തെളിവുകൾ കൊടുക്കണം പോലീസുകാർ, അത് കഴിഞ്ഞിട്ട് വിചാരണ ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു അപ്പീലിന് പോകണം എന്ന് പറഞ്ഞ ഇപ്പൊ അവർക്ക് സെഷൻസ് കോടതിയിൽ നിന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണില്ല? അപ്പൊ പോകാതിരുന്നപ്പോഴാണ് എനിക്കൊരു വിശ്വാസക്കുറവും എനിക്ക് വന്നത്. കാരണം അവരെന്തുകൊണ്ട് പോണില്ല, അവരെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർക്ക് എവിടെ നിന്നാണ് സമ്മർദ്ദം, ഇതാണ് എനിക്ക് ഉണ്ടായത്, ഒരു വിഷമം ഉണ്ടായത്.
മുകേഷിന്റെ കാര്യത്തിൽ തന്നെ ഒരു വാട്സപ്പിന്റെ ഒരു കാര്യമില്ലാത്ത ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ഒരു വാട്സപ്പിന്റെ ഒക്കെ എടുത്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ശരിക്കും അദ്ദേഹം എന്നെ മരട് എന്ന ഫ്ളാറ്റിൽ അയാളുടെ സ്വന്തം വില്ലയിൽ എന്നെ കൊണ്ടുപോയി പ്രലോഭിച്ച് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് എന്നെ പുള്ളിയുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ട് കൺസെന്റ് ഇല്ലാതെ നമ്മളെ അബ്യൂസ് ചെയ്തിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ. ഞാനൊരു ആർട്ടിസ്റ്റാണ്, നമ്മൾ ചുമ്മാ നാണക്കെടാൻ നമ്മൾ ആൾക്കാർ ഓടിക്കൂടും, എന്താ പ്രശ്നം. അപ്പൊ നമുക്കത് എനിക്ക് അന്ന് 2 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു എന്നെ തിരിച്ച് എന്നെ ഇവിടെ കയറ്റി അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. പക്ഷെ ആൾക്കാർ അതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ അതായത് ഞങ്ങളുടെ മ്യൂച്വൽ ആക്കുവാണ് ഇന്നിപ്പോ ആൾക്കാർ ചെയ്യുന്നത്. അത് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ തീർച്ചയായിട്ടും തനിയെ തന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ അപ്പീലിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം പീഡനം എപ്പോഴും ക്രൈം തന്നെയാണ്. അത് പാവപ്പെട്ടവനായാലും ശരി, മുതലാളിയായാലും ശരി, ക്രൈം തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക തന്നെ വേണം. ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. മുകേഷിന്റെ സൈഡിൽ നിന്ന് മുകേഷ് അത് മ്യൂച്വൽ ആക്കുക, പീഡനം അല്ലായിരുന്നു മ്യൂച്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ ഞാൻ ഫിലിം ഫീൽഡിലുള്ള ആളാണ്. ഇപ്പം ഞാൻ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുകയാണ്. നമ്മൾ അതായത് ഒരു 15 വർഷം മുമ്പ് ഓർത്തുക. അപ്പൊ അന്ന് കുറെ പ്രൊഡ്യൂസർമാരൊക്കെ പറയുവാണ്, ഞാൻ മിനുവിന് ഒരു ഫ്ലാറ്റ് എടുത്തുതരാം, മിനുവിനൊരു കാർ എടുത്തുതരാം, എന്റെ കീപ്പായിട്ടിരിക്കാൻ പറ്റുമോ. പക്ഷെ അന്നൊന്നും നമുക്ക് നമ്മുടേതായ അഭിമാനവും ഡിഗ്നിറ്റിയും പേഴ്സണാലിറ്റിയും ഇല്ലേ. അപ്പൊ അതിനൊന്നും നമ്മൾ സമ്മതിച്ചില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കാശിനായിരുന്നെങ്കിൽ നമുക്ക് അന്ന് ഈസി മേക്കിംഗ് മണി ഒത്തിരി ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോഴൊന്നും മനസ്സിലാക്കണം. ആ പീഡനം നടന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ പിന്നെ കാണാൻ പോയിട്ടില്ല. പിന്നെ അതിനുശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കെയർ ഓഫിൽ പുള്ളിക്കാരന് ജാമ്യം കൊടുത്തതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. പുള്ളിക്കാരൻ ഇന്ന് വരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല. അപ്പം കൊല്ലത്ത് തന്നെ ആൾക്കാരെല്ലാം പ്രതികരിച്ചു പുള്ളിക്കാരനെതിരെ. പക്ഷെ ആരാണ് പുള്ളിക്കാരനെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും? അന്വേഷണ സംഘത്തിലും അതോടൊപ്പം തന്നെ സർക്കാരിലും വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നതാണ് എറണാകുളത്തെ പരാതിക്കാരിയായ നടി ഇപ്പോൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ വിശ്വാസം അന്വേഷണ സംഘത്തിലടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘത്തെ ആരും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫലമായി വലിയ രീതിയിലേക്ക് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതിൽ കൃത്യമായൊരു ഇടപെടൽ നടക്കുന്നതായി താൻ സംശയിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ നടൻ മുകേഷിന്റേതടക്കമുള്ള മുൻകൂർ ജാമ്യ ഹർജികളിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെട്ട് അപ്പീൽ പോകാത്തതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തനിക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു പിന്തുണ ഇരകൾക്ക് ലഭിക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു ആക്ഷേപമാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് തന്നെ മാത്രമല്ല, ഇനി തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാകുന്ന അല്ലെങ്കിൽ പരാതിപ്പെടാൻ തയ്യാറാകുന്ന അങ്ങനെ നിരവധി പേർ മുന്നോട്ട് വരുന്നുണ്ട് താൻ പരാതിയുമായി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇവർക്കെല്ലാം ഇനിയും കടന്നു വരാനായിട്ട് അവർക്ക് ഭയമാകും. അവർക്ക് ആരുടെയും പിന്തുണ ലഭിക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ തോന്നും. അതുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർ സ്വാധീനിക്കപ്പെടുന്നു. അതുകൊണ്ട് സർക്കാരിലടക്കമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇനി കോടതിയിലാണ് തനിക്ക് ആ വിശ്വാസം. തന്റെ ഒരു നിയമ പോരാട്ടത്തിന് താൻ തുടക്കമിടുകയാണ് എന്നാണ് ഈ പരാതിക്കാരിയായ നടി പറയുന്നത്. എനിക്ക് കോടതിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട CJM കോർട്ടിനോടും എനിക്ക് എന്റെ ഒരു ഓപ്പൺ മൊഴി എനിക്ക് അവരോട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അവരിതിൽ ഇടപെടണം. എനിക്ക് കോടതിയാണ് വിശ്വാസം എന്ന് എനിക്ക്. കാരണം കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസ് നടക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ ആദ്യം സർക്കാരിനെ വിശ്വസിച്ചു, സർക്കാർ എന്ന പ്രസ്താവനയെ ഞാൻ വിശ്വസിച്ചു, SITനെ വിശ്വസിച്ചു. SIT തീർച്ചയായിട്ടും SITനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ SIT എല്ലാ തെളിവുകളും എടുക്കാൻ വേണ്ടിയായിരിക്കും എന്റെ ഡാറ്റാസ് എല്ലാം എടുത്തതെങ്കിൽ തന്നെയും ഇന്നലെ എന്റെ ഫേസ്ബുക്ക് കംപ്ലീറ്റ് ആക്സസ് പോയി. അപ്പം അവിടെ ആരാണ് അതിന്റെ പുറകില്? എന്തിനാണ് ഞാൻ സമൂഹമായിട്ടുള്ള ബന്ധം അവർ കട്ട് ചെയ്ത് എന്തിനാണ്? അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഇവരുടെ പുറകിൽ വല്ലവരും ഉണ്ടോ? ഇനി ഇവരെല്ലാവരും മറ്റു വല്ലവരും ആണോ? കാരണം നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞത് ഞാൻ ഫേസ്ബുക്കിലാണ് ഇട്ടത്. എനിക്ക് ഇനിയായാലും ഞാനിത് മുമ്പോട്ട് തന്നെ പോകും. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനൊന്നും ഒരു മാറ്റവുമില്ല. ഇതിൽ പലപ്പോഴും തന്നെയും പല ഘട്ടങ്ങളിലും താൻ ഇത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റേതടക്കമുള്ള ഒരു ഇടപെടലുകൾ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ രീതിയിലേക്കെല്ലാം അവർ ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല.
താൻ പല കാര്യങ്ങളും ഫേസ്ബുക്ക് വഴിയാണ് താൻ പുറത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊരു സംശയവും അവർ ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെയും പലരും പരാതിയായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൾക്കടക്കം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരടക്കം പരാതി പറയാൻ തയ്യാറാണ്. പക്ഷേ ഇനിയുള്ള സാഹചര്യത്തിൽ ഇനി ആരെങ്കിലും പരാതിയുമായി വരുമോ എന്ന സംശയമുണ്ട് എന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകൾ പലതും തന്നെയും തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഉപയോഗപ്പെടുന്നത്. നടൻ മുകേഷിന്റേതടക്കം പണം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതൊരു നിസ്സഹായാവസ്ഥയിലാണ് അഭ്യർത്ഥിച്ചത്. അതുപോലും മറ്റൊരു സാഹചര്യത്തിലേക്കാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു പരസ്പര ഉഭയകക്ഷി പ്രകാരമുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നതെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചത് നിരപരാധിയായതുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി അപ്പീൽ അടക്കമുള്ള സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഈ നടി ആവശ്യപ്പെടുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. യുവ കഥാകൃത്തിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സംവിധായകൻ വി.കെ. പ്രകാശിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജസ്റ്റിസ് C.S. ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354 വകുപ്പ് അനുസരിച്ച് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ സാന്ദ്ര തോമസും ഷീല കുര്യനും രംഗത്ത്. സ്ത്രീ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രതിസന്ധി പരിഹാരങ്ങൾക്കായി വിളിച്ച യോഗം പ്രഹസനമാണെന്നും നിലവിലെ ഭാരവാഹികളെ മാറ്റണമെന്നുമാണ് ആവശ്യം. സിനിമയിൽ നിർമ്മാതാക്കൾക്കിടയിലും പവർ ഗ്രൂപ്പുണ്ടെന്ന് സാന്ദ്ര തോമസ് ആരോപിച്ചു. വർഷങ്ങളായി അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ പരാതി പറയാൻ പലർക്കും ഭയമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സാഹചര്യത്തിൽ സിനിമാ രംഗത്തെ വനിതാ നിർമ്മാതാക്കൾ കടന്നുപോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിച്ചിരുന്നു. അതൊരു പ്രഹസനമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുകയുണ്ടായി. ഈ കത്തിനെ ഉള്ളടക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സംഘടന വ്യക്തമായ ഉത്തരം നൽകിയില്ല എന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ പേടിച്ചു നിൽക്കുന്ന അവസ്ഥ മാറണം, സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു. ഇനി ഇങ്ങനെ ഭയന്നിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി. അതുകൊണ്ടാണ് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ ഈ കുറച്ചു പേരുടെ കൈകളിൽ മാത്രം ഇരിക്കേണ്ട ഒരു സിനിമയല്ല, ഇതിനകത്ത് നമ്മളെല്ലാവരും ഭാഗമാണ്. മാത്രമല്ല ഓരോ മലയാളിയും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അവിടേക്ക് കുറച്ചും കൂടെ ഓപ്പൺ ആക്കണം സിനിമ. സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും ഇത് കുറച്ചു പേരുടെ ഭാഗം ആയിട്ട് മാത്രം ഇരിക്കുകയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുകയും അവർക്ക് മാത്രം സിനിമ നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണ്. ഇതിന് എഗെയിൻസ്റ്റ് നമ്മളിനി പ്രതികരിക്കും. ബാഹ്യശക്തികളാണ് അസോസിയേഷൻ നിയന്ത്രിക്കുന്നതെന്ന് പല ഇടപാടുകളിലൂടെയും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. പല സ്ത്രീ നിർമ്മാതാക്കൾക്കും മെന്റൽ ഹരാസ്മെന്റ് ഉണ്ടാകുന്നുവെന്നും സാന്ദ്ര തോമസ് തുറന്നടിച്ചു. എനിക്കും അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത്. എന്നെ പോലെയുള്ള മറ്റ് സ്ത്രീ നിർമ്മാതാക്കൾക്കും ഒരുപാട് മെന്റൽ ഹരാസ്മെന്റ് സെറ്റുകളിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. കൂടാതെ ഇപ്പം ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഒരു സ്ത്രീ നിർമ്മാതാവ് അവർക്കുണ്ടായ ഒരു ദുരനുഭവം അവിടെ ഷെയർ ചെയ്തപ്പോ അത് വളരെ തമാശ രൂപേണയാണ് മറ്റ് പുരുഷ നിർമ്മാതാക്കൾ അതിനെ കണ്ടത്. അത് തന്നെ നമുക്ക് ഏൽക്കുന്ന ഒരു പ്രഹരമാണ്. എങ്ങനെ നമ്മളൊരു കാര്യം മുന്നോട്ട് വന്ന് സംസാരിക്കും, അത് നമ്മൾ അനുഭവിച്ച ട്രോമ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പുരുഷൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസോസിയേഷൻസിന്റെ എല്ലാം തലപ്പത്ത് സ്ത്രീകൾ വരണം. സ്ത്രീ സംവരണം ഉറപ്പാക്കണം എല്ലാ സംഘടനയിലും. എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇതാണ്. ഈ സംഘടനകളെല്ലാം വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചു പേരുടെ മാത്രം കൈകളിൽ ഇരിക്കാതെ ഇതെല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കൂടാതെ സ്ത്രീകൾ ഈ പറയുന്ന എല്ലാ സംഘടനകളുടെയും തലപ്പത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. അടിയന്തരമായ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യണമെന്നും നിലവിലെ ഭാരവാഹികളെ മാറ്റണമെന്നും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്നും സാന്ദ്ര തോമസും ഷീല കുര്യനും അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. ഒരിടവേള കൂടി.